ഡെയിലി വേർഡ് ഓഫ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവചനമാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പെന്തക്കോസ്ത് ദിനത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി ഇറങ്ങി അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു, വിവിധ ഭാഷകളിൽ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവ് മനുഷ്യരെ മാറ്റിമറിക്കുന്ന ശക്തിയാണ്. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മെ ധൈര്യത്തോടെ സാക്ഷികളാക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:31 പറയുന്നത് പോലെ ശിഷ്യന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ആത്മാവിന്റെ ശക്തിയില്ലാതെ മനുഷ്യർക്ക് ദൈവത്തിന്റെ സ്നേഹം ലോകത്തോട് പങ്കിടാൻ കഴിയുകയില്ല. ആത്മാവിന്റെ നിറവ് നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നും പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. ആത്മാവിന്റെ ഇടപെടൽ നമ്മെ ദൈവത്തോട് അടുത്തു കൊണ്ടുവരുന്നു. ആത്മാവിന്റെ പ്രകാശനം വചനത്തെ ജീവിപ്പിക്കുന്നു. ആത്മാവിന്റെ ശക്തി നമ്മെ ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടാൻ പ്രാപ്തരാക്കുന്നു. ആത്മാവിന്റെ നിറവിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്. 1. സ്നേഹം. ആത്മാവിന്റെ നിറവ് നമ്മെ സ്നേഹത്തിൽ വളർത്തുന്നു. 2. സന്തോഷം. ആത്മാവിന്റെ സാന്നിധ്യം ഹൃദയത്തിൽ സന്തോഷം നൽകുന്നു. ധൈര്യം. ആത്മാവിന്റെ ശക്തി നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. 4. സാക്ഷ്യം. ആത്മാവിന്റെ നിറവ് നമ്മെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന വചനം ഇന്നും നമ്മെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് സഭയുടെ ജീവനാണ്. നമ്മുടെ ജീവിതം ആത്മാവിന്റെ നിറവിൽ നടക്കുമ്പോൾ നാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തമായ സാക്ഷികളാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് ധൈര്യത്തോടെ അങ്ങേ സ്നേഹത്തിന്റെ സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വം പ്രകടിപ്പിക്കട്ടെ. ആമേൻ.